ഹായ് ഓൾ, KCB സബ് എഞ്ചിനീയർ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പല രീതിയിലാണ് പലരും ഒരു സബ്ജക്റ്റിനെ പഠിക്കുന്നത്. ചിലവര് അതിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് ബേസിക് കൺസെപ്റ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങും. ചിലവർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്യും. എപ്പോഴും ഒരു 100% അക്യുറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിന്റെ നോളജ് വേണം. അതുപോലെ തന്നെ ആ ഒരു നോളജിൽ നിന്നിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു KCB സബ് എഞ്ചിനീയർ എടുക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവിടുത്തെ ബേസിക് കൺസെപ്റ്റുകളാണ് അല്ലെ. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ BL തെരേജ. അതിന്റെ വോളിയം 1 ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി പറയുന്നത്. തിയറി പോർഷൻസും അതുപോലെ തന്നെ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ITA ലെവൽ, ഡിപ്ലോമ ലെവൽ, അതുപോലെ ഡിഗ്രി ലെവൽ, ഈ 3 ലെവലിനും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. എങ്ങനെയാണ് അതിന്റെ ഒരു ഫോണ്ട്, അതിന്റെ കളർ തീം എങ്ങനെയാണ്. BL തെരേജയുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ടെക്നോളജി ടെക്സ്റ്റ് ബുക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ തന്നെ നമുക്ക് വായിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് ആയിട്ടാണ് ഇതിൽ ഓരോ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് മെഷീൻസ്. KCB സബ് എഞ്ചിനീയറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് AC മെഷീൻസ്, DC മെഷീൻസ് എന്ന് പറഞ്ഞ 2 സബ്ജക്റ്റുകളായിട്ടാണ് ഇതിനെപ്പറ്റി സിലബസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ITA ലെവലിലും ഡിപ്ലോമ ലെവലിലും ഡിഗ്രി ലെവലിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇലക്ട്രിക്കൽ ടെക്നോളജി വോളിയം 2 ബൈ BL തെരേജ. നല്ല രീതിയിൽ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ കളർഫുൾ ആയിട്ട് നല്ലൊരു ഫോണ്ടിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. മെഷീൻസ് കഴിഞ്ഞാൽ മറ്റൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് പവർ സിസ്റ്റം. അതിൽ VK മെഹ്തയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം കളർഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഫോണ്ട് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ വളരെ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ട് പാറ്റേൺ ആണ്. വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് ആണ്. ഡിപ്ലോമ ലെവലിനും ഡിഗ്രി ലെവലിനും നമുക്ക് 100% ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് VK മെഹ്തയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. പവർ സിസ്റ്റത്തിൽ വരുന്നതാണ് ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും. ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇലക്ട്രിക്കൽ ടെക്നോളജി വോളിയം 3 എന്ന് പറയുന്നത്. BL തെരേജയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇതും ടെക്സ്റ്റ് ബുക്ക് വളരെ സിമ്പിൾ ആണ്, കളർഫുൾ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതുപോലെ ഫോണ്ട് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോണ്ട് പാറ്റേൺ ആണ്. ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ് പവർ ഇലക്ട്രോണിക്സ്. സാധാരണ ഇലക്ട്രിക്കലുകാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പവർ ഇലക്ട്രോണിക്സ് എന്നുള്ളത്. പവർ ഇലക്ട്രോണിക്സിന്റെ ഫുൾ കൺസെപ്റ്റ് സിലബസിൽ പറയുന്ന ഫുൾ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് പവർ ഇലക്ട്രോണിക്സിന്റെ PS ബിംബ്രയുടെ ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡിപ്ലോമ ലെവൽ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനും നല്ല രീതിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ് മെഷർമെന്റ്സ്, ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് AK ഷോണിയുടെ എ കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഒരുപാട് ടോപ്പിക്കുകൾ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഫിൽട്ടർ ചെയ്ത് പഠിക്കാൻ ഇതിന്റെ കണ്ടന്റ്സ് എല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഓംമീറ്റർ പഠിക്കാനാണെങ്കിൽ ആ ഓംമീറ്ററിന്റെ ഫുൾ കൺസെപ്റ്റും അതിന്റെ ആപ്ലിക്കേഷൻ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇതെല്ലാം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു സൈസ് ഉള്ള ടെക്സ്റ്റ് ബുക്കാണ് AK ഷോണിയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. അടുത്ത സബ്ജക്റ്റ് ആണ് ബേസിക് ഇലക്ട്രോണിക്സ്. ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കാനായിട്ട് നമുക്ക് DP കൊത്താരിയുടെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. അതുപോലെ BL തെരേജയുടെയും ഇലക്ട്രോണിക്സ് ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ BL തെരേജയുടെ ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ 4 പാർട്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ 4 പാർട്ടിലും അതിൽ 4th പാർട്ടായിട്ട് ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും വളരെ നല്ലൊരു യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പ്രാക്ടിക്കൽ കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ളത്. ITA ലെവലിലും ഡിപ്ലോമ ലെവലിലും ഡിഗ്രി ലെവലിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് KB റെയ്നയുടെ ഇലക്ട്രിക്കൽ ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ളത്. കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന ലെങ്തി പ്രോബ്ലംസ് ആവശ്യമില്ല. പക്ഷേ ചെറിയ ചെറിയ ഇക്വേഷൻസും അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും വളരെ നല്ല രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്.
ഒരുപാട് ടോപ്പിക്കുകൾ ഒരേ സമയം നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഡിപ്പെൻഡ് ചെയ്യാം. ITA ലെവലിലും ഡിപ്ലോമ ലെവലിലും മീഡിയം ആൻഡ് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് ആണ് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ VK മെഹത്ത. അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് കൂടാണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷനും അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് തിയറീസും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഒരു ഗേറ്റ് ലെവലിലോട്ടും അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട്, അത് മെയിൻലി ഡിപ്ലോമ ലെവലിനും ഡിഗ്രി ലെവലിനും ആണ് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് JB ഗുപ്തയുടെ ആൻ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തിയറി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള IS-ന്റെയും ഗേറ്റ് ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് MEDCയുടെ SCJEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുക്ക്ലെറ്റ്. ഈ ഒരു ബുക്ക്ലെറ്റിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. അത് SSC എക്സാമിന്റെ ആണ്. അപ്പം ഡിപ്ലോമ ലെവൽ പ്രിപ്പറേഷൻ ആയിരിക്കും MEDCയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇനി ഒരു ഡിഫിക്കൽട്ട് ലെവൽ അല്ലെങ്കിൽ ഗേറ്റ് ലെവലിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് MEDCയുടെ തന്നെ ഒരു ഹാൻഡ് ബുക്ക് അവൈലബിൾ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ. അതിൽ ഓരോ ഇമ്പോർട്ടന്റ് ഇക്വേഷനും അതിന്റെ പോയിന്റ്സ്, മെയിൻ പോയിന്റ്സും വളരെ ക്യാപ്സ്യൂൾ ആയിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇലക്ട്രോൺ പബ്ലിക്കേഷൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്കും. അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ടാവില്ല, ജസ്റ്റ് അതിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ആൻസർ കീ മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ എടുത്താലും എറേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺ പബ്ലിക്കേഷൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷനിൽ എത്താനുള്ള കാരണം കൂടി എഴുതി അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം തന്നെ നമുക്കൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ട് ഒരുപാട് വേറെ പബ്ലിഷേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.